നിങ്ങളുടെ നാളെ 1200 മിഥുനമാസം 27-ാം തീയതി, അതായത് 2025 ജൂലൈ മാസം 11-ാം തീയതി, ശുക്രവാരം, വെള്ളിയാഴ്ച. നാളെ വെള്ളിയാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:12 അസ്തമയം വൈകിട്ട് 6:48 ആകുന്നു. നാളത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ്. കാലത്ത് 10:30 മണി മുതൽ 12 മണി വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു രാഹുകാലം. ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ നക്ഷത്രം പ്രായണ ബലവാനായ ഉത്രാടം നക്ഷത്രമാകുന്നു. ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹം സൂര്യനാകുന്നു. കാർത്തിക, ഉത്രം, ഉത്രാടം ഈ നക്ഷത്രങ്ങളെ ഭരിക്കുന്നത് സൂര്യനാണ്. അതിനാൽ നാളത്തെ ദിനം നിങ്ങൾക്ക് ശിവക്ഷേത്രത്തിൽ കൂളമാല, ജലധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് നാളത്തെ ദിനം വളരെ അനുകൂലമായി തീരുന്നതാണ്. അപ്രകാരം തന്നെ നിങ്ങൾക്ക് അതിശക്തമായി ആദിത്യ ഹൃദയമന്ത്രം ജപിക്കാം. രാമായണത്തിലെ അതിശക്തമായ യുദ്ധകാണ്ഡത്തിലെ 32 ശ്ലോകങ്ങളാകുന്നു ആദിത്യ ഹൃദയമന്ത്രം. ഈ മന്ത്രം ജപിച്ചാണ് 3 തവണ ജപിച്ചാണ് ശ്രീരാമസ്വാമി രാവണനെ വധിക്കുന്നത്. അഗസ്ത്യ മഹർഷി കൊടുത്തൊരു മന്ത്രമാണിത്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഏത് പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാൻ ആദിത്യ ഹൃദയമന്ത്രം ജപിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. നാളെ വെള്ളിയാഴ്ച സ്ത്രീകളും നാൽക്കാലികളും സഞ്ചരിക്കാൻ പാടില്ലാത്ത ദിവസമാണ്. അപ്രകാരം ഗർഭിണികളും. നാളത്തെ തിഥി, കഴിഞ്ഞ ദിവസം പൗർണമി കഴിഞ്ഞു. നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ പ്രഥമാതിഥിയാണ്. തിഥി അത്ര ഗുണമല്ല. പ്രഥമാതിഥി ദാരിദ്ര്യത്തെ ഉണ്ടാക്കുന്നു. ദാരിദ്ര്യം പ്രതിപദം കുര്യാത്. പ്രഥമ അഥവാ പ്രതിപദം എന്ന തിഥി അത് കറുത്തപക്ഷത്തിലേതായാലും വെളുത്തപക്ഷത്തിലേതായാലും അത് ദാരിദ്ര്യത്തെ ഉളവാക്കുന്നു. ഇവിടെ ചന്ദ്രൻ കറുത്തപക്ഷം 5-ാം തീയതി വരെ ബലവാനാണ്. അപ്രകാരം അമാവാസി കഴിഞ്ഞാൽ വെളുത്തപക്ഷം 5-ാം തീയതി വരെ, പഞ്ചമി തിഥി വരെ ചന്ദ്രൻ ദുർബലമാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. ഇത് പൗർണമി കഴിഞ്ഞ ചന്ദ്രനാണ്. അതിനാൽ 5-ാം തീയതി വരെ ചന്ദ്രൻ പ്രായണ ബലവാനാണ്. ഈ സാമ്പത്തിക വിഷയത്തിലുള്ള പ്രയാസങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം നാളെ ശുക്രൻ യാത്ര ചെയ്യാനും ബ്രോക്കറേജ്, വാങ്ങൽ കൊടുക്കൽ വ്യാപാരങ്ങൾക്കുമൊക്കെ നല്ലതാണ്. ഉത്രാടം എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്ന ഉത്രത്രയ നക്ഷത്രങ്ങളിൽ പെടുന്നു. എന്താണ് ഉത്രത്രയം? 9 നക്ഷത്രങ്ങളാണ് ഉത്രത്രയത്തിലുള്ളത്. മകംപൂരം ഉത്രം, മൂലം പുരാടം ഉത്രാടം, ഉത്രട്ടാതി, രേവതി, അശ്വതി. ഈ 9 നക്ഷത്രങ്ങളാണ് ഉത്രത്രയമെന്ന് പറയുന്നത്. സിമ്പിളായി ഉത്രം, ഉത്രാടം, ഉത്രട്ടാതി ഈ 3 നക്ഷത്രങ്ങൾ ഭരിക്കുന്ന ഗ്രഹം ഉത്രത്തിൻ്റേത് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു സൂര്യനാണ്. അതിനാൽ ആദിത്യ ഹൃദയമന്ത്രം ജപിക്കുക. നാളെ ശിവക്ഷേത്ര ദർശനം നടത്തുക. കാലത്ത് 10:15 മുതൽ 11:15 വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും സ്വീകരിക്കാവുന്ന ഏറ്റവും അനുകൂലമായ സമയമാകുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ഭാവി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.